പീരീഡിലെ സ്ക്വയേഴ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പേജ് നമ്പർ 11 ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സ്ക്വയേഴ്സ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന സംഖ്യകളുടെ വർഗ്ഗം കണ്ടെത്താനാണ് സ്ക്വയർ. 64 സ്ക്വയർ, 35 സ്ക്വയർ, 47 സ്ക്വയർ, 53 സ്ക്വയർ ആൻഡ് 88 സ്ക്വയർ. ഇത്രയും ചെയ്ത് നോക്കാം. ആദ്യം 64 സ്ക്വയർ ആണ്. അപ്പം നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ച ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രമേ ഞാൻ അങ്ങനെ കാണിക്കുന്നുള്ളൂ കേട്ടോ. 64 × 64 നമ്മൾ ചെയ്യുന്നത്. 64 5th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചൊരു മെത്തേഡാണ് ടീച്ചർ കാണിക്കുന്നത്. ഇങ്ങനൊരു വര വരച്ചിട്ട് 60 × 60 360, 3600, 60 × 4 240, ഇത് 240, ഇത് 16. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ 3600, അതിൻ്റെ കൂടെ 2 240 ഇല്ലേ, ശരിക്കും ഇങ്ങനെയാണ്. 3600 240 240 16 6 4 4 8 9 6 2 8 2 10 4 4096. പക്ഷേ ഇത് എഴുതുമ്പോൾ ഞാൻ വേറൊരു ഐഡിയ കൂടെ കാണിച്ചു തരാം. നമ്മൾ 3600 ആഡ് ചെയ്തു, പ്ലസ് 2 240 ഉണ്ടല്ലോ, അപ്പോൾ 2 × 240 പ്ലസ് 60. അപ്പം ഈ 240 നമുക്ക് ഈ 3600-നെയും കൂടെ നമുക്ക് എങ്ങനെ എഴുതാം? 2 പ്രാവശ്യം 60 × 60 അല്ലേ, അപ്പോൾ നമുക്കിതിനെ 60 സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ ഈ 240 എന്ന് പറയുന്നത് 60 കൺവേർട്ട് ചെയ്ത് നമ്മൾ എഴുതിയാൽ 2 × 60 × 4 6 4 24 അങ്ങനെ എഴുതാമല്ലോ. പ്ലസ് ഈ 16-നെ 4 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. 16 വന്നത് 4 × 4 ആണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് ഫോം ആവുകയാണ് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾ ഐഡൻറ്റിറ്റി അങ്ങ് കാണാതെ പഠിക്കുക. പക്ഷേ ഐഡൻറ്റിറ്റി വന്ന വഴി ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ടീച്ചർ ഒന്നുകൂടെ കാണിച്ചു തരാം. 64-ൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിലുള്ള എളുപ്പമാർഗ്ഗം എന്താണ്? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിതിനെ 60 + 4 ഹോൾ സ്ക്വയർ എന്ന് ഓർക്കുക. ഇതിനെ 2 പ്രാവശ്യം ഗുണിക്കണം. എന്താണ്? 60 × 60 60 സ്ക്വയർ. അടുത്ത 2 × എല്ലാം പ്ലസ് ആണ്. 2 × 60 × ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും × 4 പ്ലസ് ഈ ലാസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ. അപ്പം 64-നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതി. അതാണ് ഈ മുകളിൽ പറഞ്ഞ കഥകളിൽ നിന്ന് മുഴുവൻ വന്ന ഒരു ക്രോഡീകരണമാണ് ഈ ലാസ്റ്റ് സെഷൻ. അപ്പം നമ്മളതിനെ പെട്ടെന്നൊന്ന് എഴുതി നോക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ വന്നു? 60-യുടെ സ്ക്വയർ 3600 പ്ലസ് എത്ര വന്നു? 64 24 × 2 480 പ്ലസ് 16. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 4096 എന്ന് വരും. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇത്ര ലെങ്തി ആയിട്ടൊന്നും പറയുന്നില്ല, ഷോർട്ടായിട്ട് പറയാം. 35 സ്ക്വയർ. അപ്പോൾ നമ്മളതിനെ എങ്ങനെ മാറ്റണം? 30 + 5 ഹോൾ സ്ക്വയർ. എന്നിട്ട് ഇനി എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് നമ്പറിനെ 2 പ്രാവശ്യം ഗുണിക്കണം. സോ 30 സ്ക്വയർ പ്ലസ് 2 × ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ 30 × 5 പ്ലസ് 5-ൻ്റെ സ്ക്വയർ, ലാസ്റ്റത്തെ നമ്പറിൻ്റെ സ്ക്വയർ. ഇനി ആഡ് ചെയ്താൽ മതി. 30-യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 3-യുടെ സ്ക്വയർ 9 എഴുതുന്നു, 2 0 കൊടുക്കുന്നു. അടുത്തത് 2 5s are 10 × 3 3 തന്നെ വരും, ഒരു 0 വരുന്നു, 300 പ്ലസ് 25. എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 5 2 9 3 12 1225 ഇതായിരിക്കും 35-ൻ്റെ സ്ക്വയർ. 47 സ്ക്വയർ എന്ന് പറയുമ്പോൾ 40 + 7 സ്ക്വയർ എന്ന് എഴുതി. ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ 40-യുടെ സ്ക്വയർ പ്ലസ് 2 × 40 × 7 പ്ലസ് 7 സ്ക്വയർ. ഫസ്റ്റ് ഇതിൻ്റെ സ്ക്വയർ, ദെൻ 2 × ഈ 2 നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ. സോ 1600 പ്ലസ് 28 × 2 56 560
പ്ലസ് 49 എല്ലാം കൂടി ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പം 9 വരും. 6 4 10, റിമൈൻഡർ 1 വരും. 6 5 11 12, റിമൈൻഡർ 1 വരും. ഈ 1 കൂട്ടിയ 2209. ഫോർത്ത് ക്വസ്റ്റ്യൻ 53 സ്ക്വയർ that is equal to 50 plus 3 square that is equal to 50 square plus 2 into 50 into 3 plus 3 square 2500. അതായത് 5ൻ്റെ സ്ക്വയർ എടുത്തു, പിന്നെ ഒരാളുടെ ഒരു 0 ഉള്ള ആളുടെ സ്ക്വയർ ആകുമ്പോൾ 2 0 വരും, 2 ആണെങ്കിൽ 4 വരും, ഡബിളായിട്ട് വരും കേട്ടോ. ഇത് 300 വരും. പ്ലസ് 9 9 വന്നു. 2809. ഓക്കെ. അടുത്തത് 88 സ്ക്വയറാണ്. അപ്പം 80 പ്ലസ് 8 ഹോൾ സ്ക്വയർ വന്നു. 80യുടെ സ്ക്വയർ 8 8s are 8, ഒരു സ്റ്റെപ്പോട് കൂടുതൽ എഴുതാം. 80 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 80 ഇൻറ്റു 8 പ്ലസ് 8 സ്ക്വയർ ദാറ്റ് ഈസ് 8 8s are 6400 പ്ലസ് 2 8s are അല്ലെങ്കിൽ 8 8s are 64 ഇൻറ്റു 2 128ഉം ഈ ഒരു 0 കൂടെ വരും. ദെൻ 64 ആഡ് ചെയ്യുമ്പോൾ 6400 1280 and 64 4 remainder 1 7 7744 7744.